ഹൃദയത്തിൽ തൊട്ട് ഒരു നല്ല നമസ്കാരം. ഞാൻ മധുസൂദനൻ. എൻ്റെ കൂടെ ലതീഷ് സാറുണ്ട്. മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്തിലെ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഉദ്ദേശം നീർവേലി എന്ന സ്ഥലത്ത്, കണ്ണൂർ ജില്ലയിലെ നീർവേലി എന്ന സ്ഥലത്ത് തട്ടുപറമ്പിലുള്ള ഗുരുനാഥൻ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് അറിയുക, ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടിയുടെ ഉദ്ദേശം, അല്ല യാത്രയുടെ ഉദ്ദേശം. അപ്പോൾ വിശേഷങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് പറയാം. കാരണം അവിടെ എത്തുന്നതിന് മുമ്പ് ഇരുടായി പോയാൽ ഒന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ എത്തിയതിന് ശേഷം ബാക്കി വിശേഷങ്ങൾ പറയാം. ഈ തട്ടുപറമ്പ് എന്ന് പറയുന്നത് നല്ല ഉയരത്തിലുള്ള ഒരു സ്ഥലമാണ്. നീർവേലി അളകാപുരിയിൽ നിന്ന് ആയിത്തറയിലേക്കുള്ള റോഡിലാണ് ഈ തട്ടുപറമ്പ് എന്ന സ്ഥലം വരുന്നത്. നല്ല ഉയരത്തിലുള്ള സ്ഥലമായതുകൊണ്ടാണ് തട്ടുപറമ്പ് എന്ന പേര് വന്നത്. നമ്മളീ പോകുന്ന വഴി വിജനമായ വഴിയാണ്. വീടുകളൊന്നും അധികമില്ല. മേലെ കയറിയാൽ 5-6 വീട്. പെട്ടെന്ന് കണ്ടാൽ നമ്മൾ കോട്ടയത്ത് എത്തിയ പോലെ ഉണ്ടാവും. ഒരുപാട് റബ്ബർ. കൂത്തുപറമ്പിനടുത്ത് നീർവേലി എന്ന സ്ഥലമാണ്. നല്ല റബ്ബർ തോട്ടമുണ്ട് ഒരുപാട്. ടാപ്പിംഗ് നടക്കാതെ റബ്ബറാന്ന് തോന്നുന്നുണ്ട് അല്ലേ? സമയത്ത് മഴ ഇടക്കിടക്കുള്ളത് കൊണ്ട് ഇപ്രാവശ്യം ടാപ്പിംഗ് തുടങ്ങിയിട്ടില്ല. ഇതിപ്പോ നമ്മള് പിന്നെ ഈ മലയോരം മലയോരത്തെത്തിയ പോലെയുള്ള ഒരു ഫീലിംഗ് ഇല്ലേ? മലയോരത്തെത്തിയ പോലെയുള്ള ഫീലിംഗ് ആണ്. നേരത്തെ ഇതെല്ലാം വലിയ കശുമാവിന്റെ തോട്ടങ്ങളായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി ഇപ്പൊ റബ്ബറിലേക്ക് വഴി മാറിയിട്ടുണ്ട്. ഇനിയിപ്പം ഭാവിയിൽ ആദ്യം കശുമാവിലേക്ക് തന്നെ പോകുന്നുള്ളൊരു സംശയമുണ്ട്. ഇപ്പൊ നമ്മൾ വരുമ്പോ അതിന്റെ ഈ വശന്ന് ഇടുന്ന ഒരു സൗണ്ട് കേട്ടു. പന്നി അങ്ങാറ്റുണ്ടോ? പന്നികൾ ഇഷ്ടം പോലെയുള്ള സ്ഥലമാണ്. ഇപ്പൊ സൗണ്ട് കേട്ടിരുന്നു കേട്ടോ. നമ്മളെ അടുത്തുകൂടെ എന്തോ ഒരു സൗണ്ട് കേട്ടു. അപ്പൊ പന്നി ഉണ്ടാവും. ഇപ്പൊ നമ്മളെ നാട്ടിലും വ്യാപകമായിട്ട് കാട്ടുപന്നി ഇറങ്ങുന്നുണ്ട്. ഭാഗത്തൊക്കെ നല്ലോണം പന്നികളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അല്ല, പൊതുവെ എല്ലാ നാട്ടിലും ഉണ്ട്. ഇപ്പൊ ഉണ്ട്. എല്ലാ നാട്ടിലും കാരണം ഇഷ്ടമാതിരി ഭക്ഷണം കിട്ടും. വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥയുണ്ട്. കാടുകളിൽ അധികം ഭക്ഷണത്തിന്റെ കുറവുണ്ട്. അതെ. പിന്നെ ആളുകളും ഒരുപാട് കാടുകളിലേക്ക് കയറി. ശരിക്കും ഇത് കണ്ടാ ശരിക്കും പുലിയെല്ലാം എനിക്കൊരു സംശയം. അങ്ങനത്തെ കാടായതാ. പുലിയൊന്നുമില്ല, പക്ഷെ മൃഗങ്ങളൊക്കെ ഉണ്ട്. മുയല് പോലുള്ള മുയല്, മറ്റേ കാട്ടുപന്നി, പിന്നെ ചിലപ്പോ മാനുകള്, അങ്ങനത്തെ ഒക്കെ ഉണ്ടാവാറുണ്ടല്ലേ? മാനെല്ലാം ഉണ്ടാവും അല്ലെ? മാനുണ്ട്, മുള്ളം പന്നി, അതെ, ഇങ്ങനത്തെ സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ ഞാൻ പുലിന്നൊരു അതിശയോക്തി പറഞ്ഞതാണ്. കുറച്ച് പുലിനെ പറ്റി അങ്ങനെ പുലി നേരത്തെ വല്ലപ്പോഴൊക്കെ ഒരു പുലിന്റെ പാട് കണ്ട് എന്നൊക്കെ പറഞ്ഞു കേൾക്കാം. നല്ല കാടാ കേട്ടാ, ഗംഭീരം കാടാ. അപ്പൊ അവസാനം ഞങ്ങൾ നടന്ന് ഇവിടെ എത്തി. തട്ടുപറമ്പിലെത്തി. തട്ടുപറമ്പ് ശ്രീ ഗുരുനാഥ ക്ഷേത്രം. ഏതോ ഒരു കൊടുങ്കാടിനുള്ളിലുള്ള ഒരു ക്ഷേത്രമാരിയുണ്ട്. ഇതിൻ്റെ അപ്പിയറൻസ്. ചുറ്റും കാടാണ്. ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെയുള്ള ക്ഷേത്രമാണ്. നമ്മൾ ചെറുപ്പകാലത്തൊക്കെ ഇതിൻ്റെ ഒരുപാട് കഥകൾ കേട്ടിട്ടാണ് നമ്മളൊക്കെ വളർന്നത്. അപ്പം ചെറുപ്പത്തിൽ തന്നെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവഴി നടന്നു പോകുമ്പോൾ അതുപോലെ നമ്മുടെ ക്ഷേത്രത്തിനെ ഒന്ന് ബഹുമാനിക്കാണ്ട് പോയാൽ വഴിതെറ്റി പോകുന്നൊക്കെയുള്ള ഒരു ഐതിഹ്യമൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ റൂട്ടിലോട്ട് പോകുന്ന ആൾക്കാർ എവിടെയും എത്താണ്ട് ഇങ്ങനെ കാട്ടിലോട്ട് ഇങ്ങനെ ഒരുപാട് അലഞ്ഞു തിരിയേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടായി എന്നുള്ള നമ്മൾ ചെറുപ്പകാലത്തൊക്കെ പലരും അറിഞ്ഞിട്ടുണ്ട്. സന്ധ്യാദീപം തെളിഞ്ഞിരിക്കുന്നു. ഇതാണ് ഗുരുനാഥ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവില്. ഇത് ഉച്ചിട്ട ഭഗവതിയുടെ പ്രതിഷ്ഠാ സ്ഥാനമാണിത്. ഇത് കരുവാൾ ഭഗവതി. പോയ അധികം ക്ഷേത്രങ്ങളിലൊന്നും ഇതുപോലൊരു ദൈവമൂർത്തിയെ കണ്ടിട്ടില്ല. ഇതൊരു വ്യത്യസ്തതയുള്ള ദൈവമാണ് കരുവാൾ ഭഗവതി. പുതിയ ഓരോ ക്ഷേത്രങ്ങളിലേക്ക് പോകുന്തോറും പുതിയ ഓരോ അനുഭവങ്ങളാണ്. ഒട്ടേറെ പ്രത്യേകതകളുള്ള പുതിയ ക്ഷേത്രങ്ങളിലേക്കാണ് എത്തിച്ചേരുന്നത്. ഇതാണ് ഇവിടുത്തെ ശ്രീകോവില്. ക്ഷേത്രത്തിന് ചുറ്റും നമുക്ക് 1, 2, 3, 4 ചെമ്പക മരങ്ങൾ കാണാം. അതുപോലെ ഒരു എരിഞ്ഞിമരമുണ്ട്. പിന്നെ ഇതൊരു പേരറിയാത്ത ഒരു മരം കാണുന്നുണ്ട്. ആരം അല്ലെങ്കിൽ അങ്ങനെ എന്തോ അല്ലേ? കൂവള അങ്ങനെയാണോന്ന് അറിയില്ല. ഇലയെല്ലാം കാണുമ്പോൾ കൂവളം പോലെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മരം. പിന്നെ മാവുണ്ട്. അങ്ങനെ പലതരം മരങ്ങൾ നിറഞ്ഞ് ഒരു വനത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കുന്ന ഒരു
ക്ഷേത്രമാണിത്. നീർവേലി തട്ടുപറമ്പ് ഗുരുനാഥ ക്ഷേത്രം. ഇവിടെ എന്താ പറയുക, കണ്ടിട്ടും മതിയാവാതെ പോലെ തോന്നുന്നു. അത്രയേറെ പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രമാണ്. നിറയെ ദൈവങ്ങളുടെ പ്രതിഷ്ഠ തറകൾ നമുക്ക് കാണാം. അപ്പോൾ ഈ തെയ്യായ സമയത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? മുറ്റം നിറയെ മുടിവെച്ച ദൈവങ്ങളുടെ കാഴ്ച, അതുപോലെ ആയിരക്കണക്കിന് ആളുകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ തട്ടുപറമ്പ് കാണാൻ തന്നെ ഒരു ഗംഭീര കാഴ്ചയായിരിക്കും. 15ഓളം ഉപദേവതകൾ ഉണ്ടല്ലോ ഇവിടെ. പ്രധാനം ഗുരുദേവൻ, പ്രധാനമായിട്ട് ഗുരുനാഥൻ. പ്രധാനം ഗുരുനാഥനാണ്. പിന്നെ ശാസ്തപ്പനുണ്ട്, അതുപോലെ ഗുളികൻ ദൈവമുണ്ട്. പിന്നെ ഇതാ ഈ കാണുന്നത് കണ്ടാകർണനാണ്. കണ്ടാകർണൻ നിറയെ പന്തൊക്കെ വെച്ചിട്ട് വരുന്നൊരു ദൈവമല്ലേ അല്ലേ കണ്ടാകർണൻ. പിന്നെ അതുപോലെ വസൂരിമാല ദൈവത്തിൻ്റെ പ്രതിഷ്ഠ ഇവിടെയുണ്ട്. ഈ കണ്ടാകർണനും വസൂരിമാലയും ശിവ ഭഗവാന്റെ ശിഷ്യഗണങ്ങൾ അല്ലെ, അങ്ങനെ എന്തോ അല്ലേ, അതിൻ്റെ ഭൂതഗണങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. വിഷ്ണുമൂർത്തി ചാമുണ്ടി എന്നൊക്കെ വിളിക്കുന്ന ദൈവത്തിൻ്റെ പ്രതിഷ്ഠയാണ് ഈ കാണുന്നത്. ഇതാദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പൂക്കുട്ടി ശാസ്തപ്പൻ, കുട്ടിച്ചാത്തനും പൂക്കുട്ടി ശാസ്തപ്പനും ഒരേ സ്ഥലത്ത് കാണുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങൾ പോയിട്ടില്ലാത്തത് കൊണ്ടാവാം, ഇനി ഇതുപോലെ ഉണ്ടാവുമായിരിക്കും. പക്ഷെങ്കിൽ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. പൂക്കുട്ടി ശാസ്തപ്പനും കുട്ടിച്ചാത്തനും ഒരേ സ്ഥലത്ത്. ഇവിടെ ഒരേ സ്ഥലത്ത് തന്നെ 2 പ്രതിഷ്ഠ കാണുന്നുണ്ട്. കരിങ്കാളി, നീലക്കരിങ്കാളി. 2 പ്രതിഷ്ഠ കാണാം. വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിലാണ് ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഇതിനെ പറയുന്നതും അറിയുന്നതും. പ്രാർത്ഥനകൾക്ക് അപ്പം തന്നെ ഫലം ഉണ്ടാകുന്ന ഒരു ദൈവം, അപ്പോൾ തന്നെ ഫലം ഉണ്ടാകുന്ന ഒരു ദൈവമാണ്. അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകിച്ചുള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുരുട്ടാണ് പ്രധാന വഴിപാടായിട്ട് മുമ്പ് കാലത്തൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. എൻ്റെ ദൈവമേ, അത് ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്ന ഒരു പ്രത്യേകത. കാരണം ഗുരുനാഥനായോണ്ടായിരിക്കും അല്ലേ. രാത്രി കാലങ്ങളിൽ ഇത് ചുരുട്ടിന്റെ മണം ഇതിലോട്ട് പോകുന്ന ആൾക്കാരൊക്കെ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് പഴയ പൂർവികന്മാരൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അത്ഭുതങ്ങളായ ചില കഥകളൊക്കെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പല ആൾക്കാർക്കും പല അനുഭവങ്ങൾ ഉണ്ടായതായിട്ട് നമ്മൾ കുട്ടിക്കാലത്ത് തന്നെ പറഞ്ഞു കേട്ട അറിവുണ്ട്. ശരിക്ക് ഒരു അസാധ്യ പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രമാണ്. ഇത്രയധികം ഉപദൈവങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി പ്രധാന ദൈവങ്ങൾ തന്നെ. കുട്ടിശാസ്തപ്പനുണ്ട്, കുട്ടിച്ചാത്തനുണ്ട്, അതുപോലെ ഗുളികനുണ്ട്, കണ്ടാകർണൻ, കരുവാൾ ഭഗവതി, അങ്ങനെയുള്ള ഒട്ടേറെ ദൈവമൂർത്തികൾ ഉള്ള ഒരു അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ തട്ടുപറമ്പ്, നീർവേലി തട്ടുപറമ്പ് ഗുരുനാഥ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിനൊരു അസാധ്യ പ്രത്യേകതയുണ്ട് കേട്ടോ. ഇതിൻ്റെ ചുറ്റുപാടും നോക്കുമ്പോഴും പ്രകൃതി ഭംഗി, ഏറ്റവും പ്രധാനമായിട്ട് പ്രകൃതി ഭംഗി തന്നെ. അതെ, ഒരു അസാധ്യമായ ഒരു പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. നോക്കുമ്പോൾ തന്നെ എന്തൊരു മനസ്സിനൊരു കുളിർമ ഉണ്ടാകുന്ന ഒരു, ഇവിടെ നിൽക്കുമ്പോൾ തന്നെ എന്തോ ഒരു പ്രത്യേകത, നല്ലൊരു മനസ്സിനും എന്താ പറയണ്ട എല്ലാത്തിനും ഒരു കുളിർമ ഉണ്ടാകുന്ന ഒരു ക്ഷേത്രമാണ്. നമ്മുടെ നാട്ടുകാരെല്ലാവരും തന്നെ ഒരു പ്രധാന ക്ഷേത്രം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് കാണുന്നത്. അതെ, ഇത് ക്ഷേത്രത്തിൻ്റെ കഴകപ്പുരയാണ്. ആ കഴകപ്പുരക്ക് 3 വാതിലുകൾ കാണാം. അപ്പോൾ ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് വലിയ വിസ്താരത്തിലുള്ള ഒരു കിണർ കാണാം. ഇതൊരു അത്ഭുതമാണ്. കാരണം ഇത്രയും ഉയർന്ന സ്ഥലത്ത് ഏതാണ്ട് ഒരു 20-25 കോല് ആഴത്തിൽ നിറയെ സമൃദ്ധമായ വെള്ളം, എത്ര വേനലിലും പറ്റാത്ത വെള്ളമുള്ള ഒരു കിണറാണിത്. അതും ഒരു അത്ഭുതം തന്നെയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും ഗുഡ് ബൈ.